വായിലിട്ട അലിഞ്ഞു പോണ ഒരു മാംഗോ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതും വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെ. പെരുന്നാളൊക്കെ അല്ലേ വരണേ, വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങിയുണ്ടാവും. പെരുന്നാൾക്ക് ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വെന്ന് കഴിച്ചോര് മൊത്തം റെസിപ്പിയും കൊണ്ടേ പോകും, അത്രക്കും ടേസ്റ്റാ. ഇനി അധികം വലിച്ചു നീട്ടാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് ബ്രെഡോ അല്ലെങ്കിൽ സ്ലൈസ്ഡ് കേക്കോ ഇതേപോലെ നിരത്തി കൊടുക്കും. ഞാനിവിടെ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം വെക്കാൻ. എന്നിട്ട് മാങ്ങ എടുത്തിട്ട് അത് പീൽ ചെയ്ത് കട്ട് ചെയ്ത് മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും പാന്നിട്ട് നല്ലോണം അടിക്കും. ഇന്റെ മാങ്ങ നല്ല മധുരമായതുകൊണ്ട് എനിക്ക് ഇതിക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോ പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യണേ. പിന്നെ മാങ്ങ നന്നായിട്ട് ഫൈൻ പീസ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട വരാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മിൽക്ക്, കണ്ടൻസ് മിൽക്ക്, അതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിങ്ങനെ കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കുറച്ച് ചൂടാറിയതിനു ശേഷം മാങ്ങന്റെ പ്യൂരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചൂടിൽ ഒരിക്കലും മാംഗോ ഇട്ട് കൊടുക്കരുത്, മാങ്ങന്റെ ടേസ്റ്റേ മാറും. അതിനുശേഷം കുറച്ച് പാലിലേക്ക് മാംഗോ പ്യൂരി, കണ്ടൻസ് മിൽക്ക് മിക്സ് ചെയ്ത് ബ്രെഡിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് മാംഗോ മിക്സ് ഇതിന്റെ അടുത്ത ലെയറായി ഒഴിച്ചു കൊടുക്കുക. ദെൻ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് കഴിക്കുക. ഈ കാണുന്ന വീഡിയോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ തണുപ്പിക്കാണ്ട് കഴിക്കുന്നതാണ്.